ഡോക്ടർ അങ്ങനെയാണോ പറഞ്ഞത്? അതെ സാർ, ബ്ലഡ് റിസൾട്ട് വന്നതിന് ശേഷം എന്താണെന്ന് കൃത്യമായി പറയാന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ് സാർ? നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നിങ്ങൾ? ഞാൻ MLA-യുടെ PA ആണ് സാർ. ഡോക്ടറോട് സാറിന് എന്തോ പറയാനുണ്ടെന്ന്. സാർ എവിടെയുണ്ട്? വരണം സാർ. നമസ്കാരം സാർ. എന്താ കാറിൽ തന്നെ ഇരിക്കുന്നത്? അകത്തേക്ക് വരൂ. ഞാൻ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഡോക്ടർ ഇരിക്കുന്നത്. ഇപ്പോ അനു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ലേ? അതെ സാർ. കഴിച്ച ഐസ്ക്രീമിന് എന്തോ കെമിക്കൽ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കണ്ടീഷൻ എന്താ ഇപ്പോ? ബ്ലഡ് സാമ്പിൾസ് ലാബിലേക്ക് അയച്ചിരിക്കുക. റിപ്പോർട്ട് വന്ന ശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങും. നിങ്ങൾ തന്നെ ട്രീറ്റ്മെന്റ് നടത്തുവോ? അതെ സാർ, ഞാനാണ് ചീഫ് ഡോക്ടർ. ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റുമാണ്. നിങ്ങൾ ഒരു ജോലി കൂടി ചെയ്യണം. റിപ്പോർട്ട്സ് കിട്ടിയ ഉടനെ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്നും ഈ സിറ്റിയിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ലെന്നും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്നും കുട്ടിയുടെ പേരൻസിനോട് പറയണം. വാട്ട്? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും എക്യുപ്മെന്റ്സും ഉണ്ട് സാർ. എങ്ങനെയുള്ള ഡിസീസ് ആണെങ്കിലും ക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളപ്പോ ഇത്രയും ദൂരം മെഡിക്കൽ കോളേജിലേക്ക് എന്തിനാ കൊണ്ടുപോകുന്നത്? നെവർ. സാർ, ഈ അടുത്ത കാലത്ത് ഈ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് മരിച്ചുപോയില്ലേ? അതെ സാർ, ഡോക്ടറുടെ അശ്രദ്ധ മൂലമാണ് ആ പേഷ്യന്റ് മരിച്ചതെന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സാർ. ആ കേസ് കൈകാര്യം ചെയ്തത് നമ്മുടെ ACP-യാ. ആ കേസും കൂടി ചേർത്ത് ഈ ഹോസ്പിറ്റലിന്റെ പേരിൽ ഏതൊക്കെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും? ജീവനില്ലാത്ത ശവശരീരങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ലക്ഷക്കണക്കിന് ഫീസ് ഈടാക്കുന്നുവെന്നും അവയവങ്ങൾ വിൽക്കുന്നുവെന്നും എക്സ്പയർ ആയ മെഡിസിൻസ് കൊടുക്കുന്നുവെന്നും പിന്നെ മെഡിസിൻ കൊണ്ട് ഭേദമാകുന്ന രോഗങ്ങൾക്ക് ലേസർ ഓപ്പറേഷൻ ചെയ്യുന്നെന്നും പറയാം. ഈ കേസുകളൊക്കെ ഫയൽ ചെയ്താൽ ഹോസ്പിറ്റലിൽ പൂട്ടിയിടേണ്ട ഗതികേട് വരില്ലേ? ഈ ചീഫ് ഡോക്ടർ കൂടി ജയിലിലേക്ക് പോകും സാർ. വേണ്ട സാർ, മനസ്സിലായി. സാറ് പറഞ്ഞതുപോലെ ചെയ്തേക്കാം. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായി പാരന്റ്സിനോട് പറയണം. അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞേക്കാം സാർ. ഈ ഡോക്ടർ വളരെ നല്ലവനാണെന്ന് തോന്നല്ലോ PA. അതെ സാർ. പാവം. ആ കേസ് ഒന്നും വേണ്ട കേട്ടോ, വിട്ടേക്ക. ശരി സാർ. താങ്ക് യു സാർ. സാറിന്റെ കാലിനെ പറ്റി? പ്രതിപക്ഷത്തുള്ളവര് ചതിയിൽപ്പെടുത്തി ഓടിച്ചതാ. ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ? ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യൂ ഡോക്ടറെ. ചെല്ല് ചെല്ല്. ഓക്കെ സാർ, ഞാൻ വരട്ടെ. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നേരത്തെ കീർത്തിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇപ്പോഴാണെങ്കിൽ അനുമോൾക്കും. ആ ദൈവത്തിന് മനസാക്ഷിയില്ല. അനുവിനൊന്നും സംഭവിക്കില്ല അച്ഛ. അച്ഛൻ വെറുതെ വിഷമിക്കാതിരിക്കുക. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്ന എന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നു. എന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെടുന്നു. നിങ്ങളും ഞങ്ങളും വേറെ വേറെയാണോ അച്ഛാ? നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ അച്ഛാ?
ഒരേ കുടുംബം തന്നെയാ മോളെ. പക്ഷെ എൻ്റെ 2 മക്കളും കൂടി നമ്മുടെ കുടുംബം ചിന്ന ഭിന്നമാക്കി കളഞ്ഞില്ലേ? അവർക്ക് വേണ്ടി നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അവർ കാരണമാണ് ആ MLAക്ക് നിങ്ങളോട് ഇത്രയും പക. അങ്ങനെയല്ല അച്ഛാ, ഞാൻ കാരണം ആ MLAക്ക് നമ്മളോട് ഇത്രയും പകയുണ്ടായത്. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവനെ ജയിലിലേക്ക് അയക്കുന്നുണ്ട്. സർ, സാറിനെ ഡോക്ടർ വിളിക്കുന്നു. ശരി. ഡോക്ടർ റിപ്പോർട്ട്സ് കിട്ടിയോ? ആ കിട്ടിയിട്ടുണ്ട്. ഐ എം സോറി. മോളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. നിങ്ങളുടെ മകൾ കഴിച്ച ഐസ്ക്രീമിൽ ഏതോ കെമിക്കൽസ് കലർന്നിട്ടുണ്ട്. ആ കെമിക്കൽ ബ്ലഡ് തലയിലേക്ക് പോയിട്ടുണ്ട്. ഉടനെ അവൾക്ക് മേജർ സർജറി ചെയ്യണം, ഇല്ലെങ്കിൽ ബ്രെയിൻ ഡെഡ് ആവും. അതിനെന്ത് ചെലവ് വരും ഡോക്ടർ? ചിലവിനെ കുറിച്ചല്ല, നിങ്ങളുടെ മകളെ രക്ഷിക്കാനുള്ള എക്യുപ്മെന്റ്സ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലില്ല. എന്റെ അറിവിൽ ഈ പരിസരത്തുള്ള ഒരു ആശുപത്രിയിലുമില്ല. നിങ്ങളുടെ മകളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജോ? യെസ് മാഡം. താമസിക്കരുത്, എത്രയും പെട്ടെന്ന് പോകണം. ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ. നീ സിറ്റി വിട്ട് പോകരുത് അഭി. നീ ഈ സിറ്റി വിട്ട് പോയാൽ നിന്റെ ജാമ്യം തന്നെ റദ്ദാവും. അതെ ഏട്ടാ, ഏട്ടന്റെ ജാമ്യം എപ്പോ റദ്ദാവുന്നു കാത്ത് ഏട്ടനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ MLA നോക്കുക. ഓ, ഇതാണോ കാര്യം? ഇതിനാണോ MLA ഇങ്ങനെ പറയാൻ പറഞ്ഞത്? പാവം, ആ കുഞ്ഞ് കഴിച്ച ഐസ്ക്രീമില് മയക്കമരുന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 അവറിൽ ആ കുഞ്ഞ് കണ്ണു തുറക്കും. ആ കുഞ്ഞിനൊന്നും പറ്റില്ല. പക്ഷെ അവർ കുഞ്ഞിന് വേണ്ടി വലിയ റിസ്ക് എടുക്കാൻ പോവുക. എന്താവുമോ എന്തോ. നമുക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോവാം. വേറെന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കേട്ടാ. ഇപ്പൊ അതൊന്നും ആലോചിക്കാനുള്ള സമയമില്ല വസു. അനുവിനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ. ഞാൻ ക്യാബ് ബുക്ക് ചെയ്യാൻ പോവാ. നമുക്ക് വേഗം പോവാം. വസു ഞാനും കൂടി അനുവിനെ ബാംഗ്ലൂർ കൊണ്ടുപോകുമോനെ? അതെ ഏട്ടാ, അച്ഛനും ഞാനും കൂടി പോവാം. ഞങ്ങൾ നോക്കിക്കോളാം. ഏട്ടൻ ഇവിടെ തന്നെ നിക്ക്. MLA കാരണം പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് പേടിച്ചൊളിച്ചിരിക്കാൻ ഈ കഴിയില്ല വസു. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, അനുവിനെ രക്ഷിച്ചേ പറ്റൂ. പറയുന്നത് കേൾക്കവി. നിന്നെ അറസ്റ്റ് ചെയ്താൽ നമ്മുടെ ശ്രമമെല്ലാം പാഴാകും. ഇതൊരു പിന്മാറലായി കാണണ്ട. നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. സോറി അച്ഛാ, അനുവിനെ രക്ഷിക്കുന്നതാണ് എനിക്കിപ്പോ പ്രധാനം. ഹലോ, നിങ്ങളെത്തിയോ? പുറത്തു നിന്നോളൂ, ഞങ്ങൾ ഇതാ വരുന്നു. വാ വസുന്ധര. അഭി, പണം ഞാൻ നോക്കിക്കോളാം അച്ഛാ. അവിടെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ അവിടെ എത്തിയാലുടൻ എനിക്ക് ഫോൺ ചെയ്യണം. അച്ഛനൊരു ഓട്ടോ പിടിച്ച് വേഗം വീട്ടിലേക്ക് പൊക്കോ. ഹലോ മിസ്റ്റർ രാമോഹൻ സർ, എന്താ നിങ്ങളുടെ പേരക്കുട്ടിക്ക് വളരെ സീരിയസ് ആണോ? എവിടെയോ പോകുന്നത് പോലുണ്ടല്ലോ. ഒരുപക്ഷെ സിറ്റി വിട്ടു പോകേണ്ടി വരുമോ? പോയാൽ അഭിറാമിനെ അറസ്റ്റ് ചെയ്യില്ലേ? ജയിലിലേക്ക് പോവും. മഹാപാപി, എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെ പക തീർക്കുന്നത്? നിനക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? അയ്യോ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാം അഭിറാമല്ലേ.
ഒരു ചെറിയ ഒപ്പിടാൻ പറഞ്ഞാൽ ഇട്ടു തരില്ലെന്ന്. ആ ഒരു ഒപ്പിട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് അവസാനിക്കില്ലേ? നിങ്ങൾക്കെങ്കിലും അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഈ പ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് ഞങ്ങളുടെ അഭിക്കറിയാം. നീ പറയേണ്ട കാര്യമില്ല. ഓ, ആ അഭിറാം രാമനാവുമ്പോ നിങ്ങൾ ദശരഥനാണോ? എങ്കിൽ ഞാനൊരു രാക്ഷസനാ. എന്റെ പക തീരുന്നത് വരെ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയ എത്രയോ രാക്ഷസന്മാർ ജനിച്ചിരിക്കുന്നു. രാമനും കൃഷ്ണനും ചേർന്ന് വധിച്ചു കളഞ്ഞു. ഉം? എന്നെങ്കിലും ഒരിക്കൽ എന്റെ അഭിറാമന്റെ കൈകൊണ്ട് നീയും മരിക്കും. ഹലോ, എല്ലാ പ്രാവശ്യവും രാക്ഷസന്മാർ മരിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ രാക്ഷസന്മാരുടെ കൈകൊണ്ട് രാമനെ പോലുള്ള ആളുകളും മരിക്കാറുണ്ട്. രാമനെ കൊല്ലാനുള്ള രാക്ഷസൻ ഇനി വേണം ജനിക്കാൻ. ഇനിയും ജനിക്കാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് അനീതിക്ക് വിജയിക്കാം, എന്നാൽ അവസാന വിജയം നീതിക്ക് തന്നെയാ. കിളവൻ ആളി കത്തുവാണല്ലോ. പുറപ്പെടാ സാർ. അഭിരാമിനെ അറസ്റ്റ് ചെയ്തത് സാർ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ലേ? പുറപ്പെടാമെന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് താൻ ഡ്രൈവറോട് പറയേ. ഡ്രൈവർ വണ്ടി എടുക്കും. ഏതോ ഒരു ഇഡിയറ്റ് ഓട്ടോക്കാർ തമ്മിൽ തർക്കമെന്ന് പറഞ്ഞാ വിളിച്ചത്. വിശ്വസിച്ച് അവിടെ ചെന്ന് നോക്കിയാ ഒരുത്തനുമില്ല. ആവശ്യമില്ലാതെ എന്റെ ടൈം വേസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇങ്ങനെയുള്ള ഫേക്ക് കോൾസ് ഒരുപാട് വരുന്നുണ്ട് സാർ. അവർക്കൊന്നും വേറെ ഒരു ജോലി ഇല്ലാന്ന് തോന്നുന്നു സാർ. ശരി, നീ പോയി വെള്ളം എടുത്തോണ്ട് വാ. ഓക്കെ സാർ. ഹലോ സാർ. എന്താ ഇൻസ്പെക്ടർ, താനിത് എവിടെയാടോ? സ്റ്റേഷനിലുണ്ട് സാർ. നിങ്ങൾ കണ്ടീഷൻ ബെയിൽ കൊടുത്ത അഭിറാം തന്നോട് ചോദിക്കാതെയും പറയാതെയും ഭാര്യയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സത്യമാണോ സാർ? എന്താ ഇത്ര അതിശയത്തോടെ ചോദിക്കുന്നേ? ഞാനെന്തോ കള്ളം പറഞ്ഞതുപോലെ. ഉടൻ തന്നെ താൻ പോയി അഭിറാമിനെ അറസ്റ്റ് ചെയ്യേ. ഓക്കെ സാർ, ഇപ്പൊ തന്നെ ഹൈവേ പട്രോളിംഗ് ടീമിന് ഇൻഫർമേഷൻ കൊടുക്കാം. ഏതെങ്കിലും ഒരു ടോൾ ഗേറ്റിൽ അഭിറാമിനെ തടഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. ഞാൻ തന്ന സ്യൂട്ട് കേസ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞത് ചെയ്യേ. എന്താടോ ഇങ്ങനെ നോക്കുന്നേ? ജയിലിൽ കിടന്നിട്ട് പുറത്ത് ബിസിനസ് ചെയ്യുന്ന ക്രിമിനൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആശുപത്രി കിടന്നുകൊണ്ട് ഭരണം നടത്തുന്ന ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്നാ ഒടിഞ്ഞ കാലും വെച്ച് കാറിനകത്തിരുന്ന് പ്ലാൻ ചെയ്ത് പക തീർക്കുന്നൊരു വില്ലനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സിറ്റി ലിമിറ്റ് കടന്നു പോകുന്ന ഹീറോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കൂടി കാണണ്ടേ? നോക്കിയിരിക്കാതെ വണ്ടി എടുക്കാൻ പറ. പോയി നേരിൽ കണ്ട് സന്തോഷിക്കാം. ഈ ദുഷ്ടന്റെ കൂടെ ജോലി ചെയ്യാനാണല്ലോ ഭഗവാനെ എന്റെ വിധി. താൻ കരയാതിരിക്കോ സിത്ര? അനുവിന് ഒന്നും സംഭവിക്കില്ല. ഇനി എത്ര ക്യാഷ് ചെലവായാലും ശരി, നമ്മുടെ അനുവിനെ നമ്മൾ രക്ഷിച്ചിരിക്കും. ചേട്ടാ, കുറച്ചുകൂടെ സ്പീഡിൽ പോകാമോ? ഏട്ടാ, അനു കണ്ണു തുറന്നു ഏട്ടാ. അനു, മോളെ അനു, നമ്മൾ എന്തിനാ അച്ഛാ ഇപ്പൊ കാറേ ഇരിക്കുന്നേ? നമ്മളെ വീട്ടിലായിരുന്നില്ലേ? ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് അനു? അതിന് എനിക്കെന്താ പറ്റിയത്? വയറിന് വേദന എന്തെങ്കിലും ഉണ്ടോ മോളെ? ഇല്ലല്ലോ അച്ഛാ. കീർത്തിനാനോ ഐസ്ക്രീം വാങ്ങി കഴിച്ചില്ലേ? കഴിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ഉറക്കം വന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. മോൾക്ക് ഉറക്കം വന്നോ? അപ്പോ ഐസ്ക്രീമിലും മയക്കുമരുന്ന് എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാവോ? പക്ഷെ ആ ഡോക്ടറാണെങ്കിൽ പോയിസൺ കലർന്നിട്ടുണ്ട്, സീരിയസ് ആണെന്നൊക്കെയല്ലേ നമ്മളോട് പറഞ്ഞത്. ഏട്ടാ, ഇതെന്തോ പ്ലാനിങ് പോലെയുണ്ട്. എനിക്ക് നല്ല ഡൗട്ടുണ്ട് സിത്ര. എന്തോ ചേട്ടാ?
പറയൂ ഇൻസ്പെക്ടർ. എങ്ങോട്ടാ പോകുന്ന അബ്രാം? അത് പിന്നെ സാർ, എൻ്റെ മോൾക്ക് ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി പിക്നിക്ക് പോവുകയാണോ? ഇല്ല എസ് ഐ സാർ, എന്റെ മകള് കഴിച്ച ഐസ്ക്രീമിൽ പോയിസൺ ഉണ്ടായിരുന്നു. സീരിയസ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ട്രീറ്റ്മെന്റിനായിട്ട്. സീരിയസ് കണ്ടീഷനോ? കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിന്റെ പേരെന്താ മോളെ? അനു. എത്രയിലാ പഠിക്കുന്നേ? 3rd സ്റ്റാൻഡേർഡിലാ. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഐ ആം ഫൈൻ. ഹാപ്പിയായിരിക്കുന്നു. എന്താ അഭിറാം, നീ മാത്രം അഭിനയിച്ചാ മതിയോ? നിന്റെ മോൾക്കും കൂടെ ട്രെയിനിങ് കൊടുക്കണ്ടേ? പാവം, ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞ. എന്തിനാ ഞാൻ അഭിനയിക്കുന്നത്? ആദ്യം പുറത്തേക്ക് വാ. മോളെ, നീ കാറിൽ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടിയത് കണ്ടീഷൻ ബെയിലാണ്. സിറ്റി വിട്ട് നിങ്ങൾ പോകാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? സിറ്റിയെ വിട്ട് ഇത്രയും ദൂരത്തേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾ വേണമെന്ന് വെച്ചല്ല സാർ ഇങ്ങോട്ട് വന്നത്. എൻ്റെ മോൾക്ക് തീരെ സുഖമില്ല. സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറിന് ഫോൺ ചെയ്ത് ചോദിച്ചോളൂ. അത് ശരിക്കുള്ള ഡോക്ടർ തന്നെയാണോ അതോ നിന്നെ പോലെ ആക്ടറാണോ? ഇൻസ്പെക്ടർ, കണ്ടീഷൻ ബെയിൽ ക്രോസ് ചെയ്തതിന് യു ആർ അണ്ടർ അറസ്റ്റ്. സാർ, കോൺസ്റ്റബിൾസ്, ഇവനെ വണ്ടിയിൽ കയറ്റേ. ഒന്ന് നിൽക്കൂ. ഞങ്ങള് കള്ളൊന്നുമല്ല പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞിട്ടാ ഞങ്ങൾ തിരിച്ചത്. ഓക്കെ, അത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തില്ല? ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടല്ലേ പോകേണ്ടത്. ഇപ്പൊ സിറ്റി വിട്ട് പോയി അതുവഴി ബാങ്കോക്കിലേക്കോ ദുബായിലേക്കോ സിംഗപ്പൂരിലേക്കോ ഒളിച്ചോടി ജയിൽ ശിക്ഷയിൽ നിന്നും നീ രക്ഷപ്പെടാമെന്ന് കരുതി, അങ്ങനെയല്ലേ? അങ്ങനെ രക്ഷപ്പെട്ടു പോകാനാണെങ്കിൽ ഞങ്ങൾ മാത്രമായിട്ട് എന്തിനാ പോകുന്നത്? ഫാമിലിയെ മുഴുവനായിട്ട് കൊണ്ടുപോയിരുന്നില്ലേ? ലോജിക്കൊക്കെ ശരിയാണ് അഭിറാം. രക്ഷപ്പെട്ട് ഓടാൻ തീരുമാനിച്ചാൽ ഫാമിലി മുഴുവൻ രക്ഷപ്പെട്ട് ഓടണം. ഇവര് 3 പേര് മാത്രം എന്തിനു പോകണം? എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടാല് സംശയിക്കുമെന്ന് കരുതി ബാച്ച് ബാച്ചായി എസ്കേപ്പ് ആവാന്ന് കരുതിയോ എന്തോ? ഇതും ഒരു ലോജിക് പോയിന്റ് അല്ലേ? ഇത് ലോജിക് പോയിന്റ് ഒന്നുമല്ല. ഇതൊക്കെ നിങ്ങളുടെ പ്ലാനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. നീ വളരെ സ്മാർട്ടാണ് അഭിറാം. എനിക്കറിയാം, ഇത് മുഴുവനും എന്റെ പ്ലാൻ തന്നെയാ. നിന്റെ ജാമ്യം റദ്ദാക്കുന്നതിന് ഞാൻ കളിച്ചൊരു നാടകം. ഐസ്ക്രീം വിറ്റ പയ്യനും ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറും ഇപ്പോ ഈ SIയും ഇവരാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. എന്താടോ SI, സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണോ? ഹീറോ നല്ലതുപോലെ വന്നു കുടുങ്ങി. ജാമ്യം റദ്ദായി എന്ന് പറഞ്ഞ് കയ്യിൽ വിലങ്ങും വെച്ച് കൂട്ടിക്കൊണ്ടുപോ. കോൺസ്റ്റബിൾസ്, ഒന്ന് നിന്നെ. എന്ത് അന്യായം ഇത് SI സാർ? ഈ വൃത്തികെട്ടവരുമായി കൂട്ടുചേർന്ന് ഒരു ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുവാണോ? യൂണിഫോമും ഇട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് സാർ? സ്റ്റേഷനിൽ ഉണ്ടായിരുന്നിട്ടും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് കള്ളം പറഞ്ഞു. അപ്പൊ പിന്നെ ഏട്ടൻ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഈ കാര്യത്തിൽ നീ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല വസുന്ധര. തൽക്കാലം അനുവിനെ താൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. അമ്മ തന്നെയല്ലേ പറഞ്ഞത്? ശരിക്കും അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. മോള് കരയാതിരിക്കെ. അപ്പൊ ഞാൻ കാരണമാണോ അച്ഛനെ പോലീസ് കൊണ്ടുപോയത്? ഇല്ല മോളെ,
ഒരു കൊച്ചു കുഞ്ഞിനെ അപകടപ്പെടുത്തി എന്റെ ഏട്ടനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഈ പാപമൊന്നും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ മുഴുവനായി നശിച്ചു പോകും. എന്താ ശപിക്കുകയാണല്ലേ? നിന്റെ മനസ്സിലെന്താ സതി അനസൂയാണെന്നുള്ള വിചാരമാണോ? അതോ സതി സാവിത്രിയാണെന്നാണോ കരുതുന്നത്? അതെ, ആ സാവിത്രി തന്റെ സ്വന്തം ഭർത്താവിനെ രക്ഷിച്ചതുപോലെ ഞാനും എന്റെ ഭർത്താവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അയ്യോ, അതേ സ്റ്റേഷനിൽ തന്നെ ഞാൻ അകത്താക്കും. കോടതിയിലും കയറ്റും, ജയിലിലും കയറ്റും. എന്താ സാർ, അവള് വലിയ ബാണം തന്നിട്ടാണല്ലോ പോയത്. അവര് പോയി അഭിരാമിനെ